നേരത്തെ ഡോക്ടർ ജിൻഡോ ജോൺ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വെള്ളമുണ്ടെങ്കിൽ ആ പാലക്കാട്ട് അടച്ചുപൂട്ടിയ ഹോസ്റ്റൽ ഒന്ന് തുറക്കാൻ കഴിയുന്ന തരത്തിൽ അവിടെ ജലം സപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ മാറ്റും, വിദ്യാഭ്യാസ ഹബ്ബാക്കും എന്നൊക്കെ പറഞ്ഞല്ലേ, അത്യാവശ്യം ഒരു ഹോസ്റ്റൽ പ്രവർത്തിക്കാനുള്ള വെള്ളം കൊടുത്തുവിടെയെന്ന് ശ്രീ കൃഷ്ണകുമാർ പാലക്കാട്ടെ ഓരോ പഞ്ചായത്ത് എണ്ണി പറയുന്നു. ഇവിടെ ഒന്നും വെള്ളം കൊടുക്കാൻ കഴിയാതെയാണോ എന്നുള്ളത്. നിങ്ങൾ എന്തിനാണ്, എക്സൈസ് വകുപ്പ് മന്ത്രി എന്തിനാണ് മദ്യനിർമ്മാണശാല ഇങ്ങനെ വെള്ളം ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഡെമോ നടത്തുന്നതെന്ന് ചോദിക്കുന്നത്? ഇതിന്റെ PR ഏറ്റെടുത്തിട്ടുണ്ടോ സർക്കാർ എന്നാ ചോദിക്കുന്നത്? മാധു, ചിലപ്പോ അത്തരത്തിൽ പൊളിച്ചെടുക്കൽ നടത്തേണ്ടി വരും. തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുക, അത് കള്ളമാണ്, അത് വ്യാജ ആരോപണമാണ് ബോധ്യപ്പെട്ടിട്ട് തിരുത്താതിരിക്കുക, വീണ്ടും മറ്റാളുകളെ കൊണ്ട് അത് ഉന്നയിപ്പിക്കുക, എന്നിട്ട് അടുത്ത ആരോപണത്തിലേക്ക് കടക്കുക. എന്തുകൊണ്ടാണ് ഇപ്പോ ഇന്ദുലേഖനെ കിട്ടാതെ വന്നപ്പോ തോഴിയെ ആയാലും മതി എന്ന് പറഞ്ഞു സൂര്യ നമ്പൂതിരിപ്പാട്? ഇവിടെ എല്ലാത്തിനും തയ്യാറാ. സംവാദത്തിന്റെ ഉസ്താദാണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ്. പണ്ട് അത് ചെയ്തിട്ടുണ്ട്, ഹരിത MLA ആയിരുന്നപ്പോ ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ മല മറിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞ്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മിനിസ്റ്ററോട്, സഖാവ് MP രാജേഷിനോട് ഒരു സംവാദത്തിന് തയ്യാറാകാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത്? എന്തിയെ മുൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകാത്തത്? എന്തിയെ രണ്ടുപേരും കൂടെ കൂടിയിരുന്ന സംവാദത്തിന് തയ്യാറാകാത്തത്? ഓടി രക്ഷപ്പെടുകയല്ലേ? പകരം ഞങ്ങൾ അവിടുത്തെ MPയെ വിടാം, ഇതാണോ മാന്യത? ഇവരല്ലേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? ശ്രീകണ്ഠനല്ലോ, മിസ്റ്റർ ശ്രീകണ്ഠനല്ലോ ആരോപണം ഉന്നയിച്ചത്. പാലക്കാട് MP ഇതുവരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ആ ഒരു സംവാദത്തിന് തയ്യാറായി. ആദ്യം പറഞ്ഞു മദ്യനയം, രണ്ടാമത് പറഞ്ഞു ഇവിടെ മൂന്നാമത് പറഞ്ഞു പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല, നിക്ക്. ഒരു കവിത, ഒരു മറ്റൊരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയായിരുന്ന ആൾ കേരളത്തിൽ വന്നു, ചർച്ച നടത്തി, അതിന്റെ ഭാഗമായിട്ടാണ് ഈ നയം തുടങ്ങിയത്. ഒരു വസ്തുതയില്ലാതെ ആരോപണം ഉന്നയിക്കാവോ? ആ കവിത കേരളത്തിലേക്കേ വന്നിട്ടില്ല. അവസാനം കവിത പറഞ്ഞല്ലോ, ഞാൻ നിയമ നടപടി സ്വീകരിക്കും. മനോരമ പത്രേ ഇവിടെ ഈ പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് കേട്ട് ലീഡിംഗ് വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടു, നിർവ്വാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. ആ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആരോപണമല്ലേ പല പത്രങ്ങളും ഏറ്റുപിടിച്ച്? പ്രതിപക്ഷ ഈ ചാനൽ ചർച്ചകളിൽ വരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾ എന്ത് ആഘോഷമാക്കി മാറ്റി ഇത്തരം വാർത്തകൾ. എന്തിനാണ് മദ്യ കമ്പനിയുടെ പ്രചാരണം സർക്കാർ ഏറ്റെടുക്കുന്നത്, മന്ത്രി ഡെമോ നടത്തുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയൂ. അതിനാണ് ഇപ്പൊ എന്താ ചോദിക്കണേ? അഹല്യ ക്യാമ്പസിലേക്ക് മന്ത്രി പോയി, ഞങ്ങൾ വെല്ലുവിളിച്ചതാണെന്ന്. അഹല്യ ക്യാമ്പസിന്റെ മോഡലിൽ അവിടെ മഴവെള്ള സംഭരണി ഉണ്ടെന്നും ഒരു തുള്ളി ഭൂഗർഭജലം പോലും വേണ്ടെന്നും നിങ്ങൾ സംശയമുള്ളവർ അങ്ങോട്ട് വരാൻ ഈ മന്ത്രി പറഞ്ഞതാണ്. ഞങ്ങൾ വരാമെന്ന് പറഞ്ഞതാണ് UDF-ന്റെ നേതാക്കന്മാർ. അങ്ങൊരു ഡേറ്റും സമയവും തീരുമാനിച്ചു, വന്നില്ല, മുങ്ങി രക്ഷപ്പെട്ടു. കാരണം അവിടെ ഒരു തുള്ളി പോലും ഭൂഗർഭജലം എടുക്കുന്നില്ല, മുഴുവൻ വനവെള്ള സംഭരണിയാണ്. ഇവിടെ ചോദിച്ചല്ലോ BJP-യുടെ നേതാവ് കണക്ക്, എത്ര വെള്ളം വേണം? നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ 0.05 ദശലക്ഷം ലിറ്റർ മതി ഒയാസിന്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 0.5 ദശലക്ഷം വെള്ളമാണ് വേണ്ടത്. അവിടെ കിൻഫ്രയിൽ ഇപ്പോൾ IIT-ക്ക് കൊടുക്കാൻ 10 ദശലക്ഷം വെള്ളം കൃത്യമായിട്ട് UDF-ന്റെ കാലത്ത് 31/1/2015 പദ്ധതി പ്രകാരമുണ്ട്. അതായത് ഇവിടെ ഒയാസിസ് കമ്പനിക്ക് വേണ്ടതിന്റെ 10 ഇരട്ടി 20 ഇരട്ടി വെള്ളം ഇപ്പൊ കിൻഫ്രയുടെ സംഭരണ ശേഷിയുണ്ട്. അതിൽ നിന്നാണ് വെള്ളം കൊടുക്കുന്നത്. ഒരു തരത്തിലും ഭൂഗർഭജലം ഒരു തുള്ളി പോലും എടുക്കില്ലെന്നുള്ള കണക്കുകൾ വെച്ചുകൊണ്ടല്ലേ മന്ത്രി ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെ നേരിട്ടത്? കണക്ക് മുന്നോട്ട് വെച്ചില്ലേ? അന്ന് എവിടെ പോയി പ്രതിപക്ഷ നേതാവ്? അവിടെ മുൻ പ്രതിപക്ഷ നേതാവ് ഇതാണ് ചോദിക്കുന്നത്. ഞാൻ വസ്തുതയിൽ നിന്ന് ഒളിച്ചോടുകയോ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയല്ല. ഇതൊക്കെ മനസ്സിലായിട്ടും നുണ തന്നെ പറയുന്നു. ഇങ്ങനെ അതായത് സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ വെല്ലുവിളിച്ചതുകൊണ്ട് UDF-ന്റെ നേതാക്കന്മാരെ അടക്കം ക്ഷണിച്ചുകൊണ്ടാണ് ഈ ഡെമോ നടത്താൻ പോയതെന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ അവർ ചോദിച്ച മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഈ പറയുന്ന ജലക്ഷാമം, വിക്ടോറിയ കോളേജിലും നേരത്തെ കൃഷ്ണകുമാർ പറഞ്ഞ പഞ്ചായത്തുകളിലുമുള്ള ജലക്ഷാമം ഈ പറയുന്ന മഴവെള്ള സംഭരണി നിർമ്മിച്ച് കഴിഞ്ഞ 8 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിന് പരിഹരിക്കാൻ കഴിയാത്ത എന്താ എന്നുകൂടി ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പാലക്കാട് ഇപ്പോ വിക്ടോറിയ കോളേജിലെ മോട്ടോർ കേടായിട്ട് ഒരു ദിവസം രാത്രി വെള്ളമില്ലാത്തതിനെയാണ് കഴിഞ്ഞ 1 മാസമായിട്ട് ഈ കൊട്ടിയ ഘോഷിക്കണേ. വിക്ടോറിയ കോളേജൊക്കെ പൂട്ടി, അവിടെ ഹോസ്റ്റൽ ഇല്ല എന്ന രൂപത്തിലാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറയണേ. ഒരു ദിവസം മോട്ടോർ കേടായ വീടായാലും സ്ഥാപനമായാലും വെള്ളം അടിക്കാൻ പറ്റാതെ വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ കൊട്ടി ഘോഷിക്കുകയാണ്. ഇവിടെ എത്രയോ വ്യവസായ സംരംഭങ്ങൾ വരുന്നു. വെബ്സൈറ്റ് നോക്കി ഏതൊക്കെയാ വന്നത്, എവിടെയാണ് വന്നത്, എത്രയാണ് നിക്ഷേപം, അത് മൈക്രോ ആണോ, സ്മോൾ ആണോ, മീഡിയം എന്റർപ്രൈസസ് ആണോ എന്ന് നോക്കി തരംതിരിച്ചെടുക്കാൻ ശേഷിയില്ലാത്ത
ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു ടീം, ഇവർക്ക് ആരുടെയെങ്കിലും ഒരു IT വിദഗ്ധന്റെ സഹായം തേടിയാൽ പോരെ? കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഇത്ര വ്യവസായ സംരംഭം വന്നു, ഇത് ഈ സൈറ്റിലുണ്ട്, അത് ഇന്ന ജില്ലയിലാണ്, താലൂക്കിലാണ്, പഞ്ചായത്തിലാണ്, അത് മൈക്രോ ആണ്, മീഡിയം ആണ് എന്ന് കൃത്യമായി പറഞ്ഞു തരും. നിക്ഷേപം എത്രയാണെന്ന് വരും. ഒന്ന് മനസ്സിലാക്കി കോൺഗ്രസ് പ്രതിനിധി, എന്താണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്താണ്? ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യം, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യമാണ്. സംരംഭം ആരംഭിക്കുമ്പോഴേക്കും ഉൽപാദനം തുടങ്ങില്ല. ആ ഉൽപാദനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രോഡക്റ്റായി വരുമ്പോഴാണ് അത് GDP-യുടെ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെ താങ്ങുവിലയെ പറ്റി അങ്ങും പറഞ്ഞു, അന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ഡോക്ടർ ജിന്നോജോട്, ഈ വിക്ടോറിയ കോളേജിലെ മോട്ടോർ കേടായ സംഭവമാണോ എന്ന് എനിക്കറിയില്ല. ഹോസ്റ്റൽ അധികൃതർ വാട്ടർ അതോറിറ്റിയോട് ചർച്ച നടത്തിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി അത് പരിഹരിക്കും എന്നുള്ളതാണ് അന്ന് നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത്. ഇനി മോട്ടോർ കേടായതാണോ എന്നുള്ളത് ഇത് പുതിയ അറിവാണ്. അവിടെ കുഴൽക്കിണറടക്കം ജലമില്ല. അവിടെ വാട്ടർ അതോറിറ്റിയോട് പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ ഇടപെട്ട് പരിഹരിക്കുമെന്ന് ഉറപ്പാണ് നൽകിയിരിക്കുന്നത് എന്നാണ് അന്ന് കോളേജ് അധികൃതർ പറഞ്ഞത്. ഈ മോട്ടറിന്റെ കേസ് എനിക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ ശ്രീ അരുൺകുമാർ.